പ്രിയമുള്ളവരെ, വിശുദ്ധ ബൈബിളിനെ ആസ്പദമാക്കിക്കൊണ്ട് ഞങ്ങൾ സംപ്രേഷണം ചെയ്യുന്ന ഒരു ചാനലാണ് ബൈബിൾ വചനങ്ങൾ എന്ന ഈ ചാനൽ. ഈ ചാനലിൽ കൂടി വിശുദ്ധ ബൈബിളിലെ പഴയ നിയമത്തിലെ ഉൽപ്പത്തി പുസ്തകം മുതൽ പുതിയ നിയമത്തിലെ വെളിപ്പാടിന്റെ പുസ്തകം വരെയുള്ള എല്ലാ അധ്യായങ്ങളും ഉൾക്കൊള്ളിക്കുവാൻ ഞങ്ങൾ ശ്രമിക്കുകയാണ്. ഈ ദൈവവചന ഭാഗങ്ങൾ കേൾക്കുന്ന എല്ലാവരും ലോകത്തിന് ശാന്തിയും സമാധാനവും നന്മയും ഉണ്ടാകുവാൻ വേണ്ടി എന്നോടൊപ്പം സർവശക്തനായ ദൈവത്തോട് പ്രാർത്ഥിക്കുക. അതോടൊപ്പം തന്നെ ഈ ചാനൽ കാണുന്ന എല്ലാവരും ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് താഴെ കാണുന്ന ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് ഞങ്ങളുടെ എല്ലാ നോട്ടിഫിക്കേഷനും എല്ലാ അധ്യായങ്ങളും നോട്ടിഫിക്കേഷനായി നിങ്ങൾക്ക് ലഭിക്കുന്നത് പോലെ ഞങ്ങളോട് സഹകരിക്കുക. പുതിയതായി കേട്ടു തുടങ്ങുന്നവർ ഉൽപ്പത്തി പുസ്തകം 1 മുതലുള്ള എല്ലാ അധ്യായങ്ങളും കേട്ടുവന്ന് ദൈവാനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കുക. അതോടൊപ്പം തന്നെ എനിക്ക് വേണ്ടി കൂടി ദൈവത്തോട് സർവശക്തനായ ദൈവത്തോട് പ്രാർത്ഥിക്കുക. എല്ലാവരുടെയും പ്രാർത്ഥനാ നിർഭരമായ സഹകരണം തുടർന്ന് പ്രതീക്ഷയുണ്ട്. സംഖ്യാപുസ്തകം 8-ാം അധ്യായം. ദീപ സജ്ജീകരണം. കർത്താവ് മോശയോട് അരുളിച്ചെയ്തു, ദീപം കൊളുത്തുമ്പോൾ വിളക്കുകാലിന് മുന്നിൽ പ്രകാശം പരക്കത്തക്ക വിധം 7 വിളക്കുകളും ക്രമപ്പെടുത്തണമെന്ന് അഹ്റോനോട് പറയുക. അഹ്റോൻ അങ്ങനെ ചെയ്തു. കർത്താവ് മോശയോട് കൽപ്പിച്ചതുപോലെ വിളക്കുകാലിന്റെ മുമ്പിൽ പ്രകാശം പരക്കുമാറ് വിളക്കുകൾ ക്രമപ്പെടുത്തി. ചുവട് മുതൽ ശിഖരങ്ങൾ വരെ സ്വർണം അടിച്ച് പരത്തി നിർമ്മിച്ചതായിരുന്നു വിളക്കുകൾ. കർത്താവ് മോശയ്ക്ക് കാണിച്ചു കൊടുത്ത മാതൃകയിൽ തന്നെയാണ് അതുണ്ടാക്കിയത്. ലേവ്യരുടെ സമർപ്പണം. കർത്താവ് മോശയോട് അരുളിച്ചെയ്തു, ലേവ്യരെ ജനങ്ങളുടെ ഇടയിൽ നിന്ന് വേർതിരിച്ച് ശുദ്ധീകരിക്കുക. അവരെ ശുദ്ധീകരിക്കേണ്ടത് ഇങ്ങനെയാണ്: പാപപരിഹാര ജലം അവരുടെ മേൽ തളിക്കുക. ശരീരം മുഴുവൻ ക്ഷൗരം ചെയ്ത് വസ്ത്രങ്ങൾ അലക്കി അവർ തങ്ങളെ തന്നെ ശുദ്ധീകരിക്കുകയും വേണം. അനന്തരം ഒരു കാളക്കുട്ടിയും ധാന്യബലിക്കായി എണ്ണ ചേർത്ത് നേരിയ മാവും അവർ എടുക്കട്ടെ. പാപപരിഹാര ബലിക്ക് മറ്റൊരു കാളക്കുട്ടിയെയും എടുക്കണം. ലേവ്യരെ സമാഗമ കൂടാരത്തിന്റെ മുമ്പിൽ കൊണ്ടുവരികയും ഇസ്രായേൽ സമൂഹത്തെ മുഴുവൻ അവിടെ വിളിച്ചു കൂട്ടുകയും വേണം. ലേവ്യരെ കർത്താവിന്റെ മുമ്പിൽ കൊണ്ടുവരുമ്പോൾ ഇസ്രായേൽ ജനം അവരുടെ തലയിൽ കൈവയ്ക്കണം. ഇസ്രായേൽ ജനത്തിന്റെ നീരാജനമായി കർത്താവിനെ ശുശ്രൂഷ ചെയ്യാൻ അഹ്റോൻ ലേവ്യരെ അവിടത്തേക്ക് സമർപ്പിക്കണം. ലേവ്യർ കാളക്കുട്ടികളുടെ തലയിൽ കൈവയ്ക്കണം. അവരുടെ പാപപരിഹാരത്തിനായി കാളക്കുട്ടികളിൽ ഒന്നിനെ പാപപരിഹാരത്തിന് വേണ്ടിയും മറ്റൊന്നിനെ ദഹന ബലിയായും കർത്താവിന് സമർപ്പിക്കണം. അഹ്റോന്റെയും പുത്രന്മാരുടെയും ശുശ്രൂഷയിൽ അവരെ സഹായിക്കാൻ ലേവ്യരെ കർത്താവിന് നീരാജനമായി അർപ്പിക്കുക. ഇപ്രകാരം ഇസ്രായേൽ ജനത്തിന്റെ ഇടയിൽ നിന്ന് ലേവ്യരെ നീ വേർതിരിക്കണം. അവർ എന്റേതായിരിക്കും. ശുദ്ധീകരിക്കുകയും നീരാജനമായി സമർപ്പിക്കുകയും ചെയ്തു കഴിയുമ്പോൾ സമാഗമ കൂടാരത്തിൽ ശുശ്രൂഷ ചെയ്യാൻ ലേവ്യർ അകത്ത് പ്രവേശിക്കട്ടെ. ഇസ്രായേലിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട അവർ പൂർണ്ണമായും എനിക്കുള്ളവരാണ്. ഇസ്രായേലിലെ ആദ്യ ജാതന്മാർക്ക് പകരം ഞാൻ അവരെ എനിക്കായി തിരഞ്ഞെടുത്തിരിക്കുന്നു. ഇസ്രായേലിൽ മനുഷ്യരുടെയും മൃഗങ്ങളുടെയും കടിഞ്ഞൂലുകളെല്ലാം എനിക്കുള്ളതാണ്. ഈജിപ്തിലെ കടിഞ്ഞൂലുകളെയെല്ലാം സംഹരിച്ചപ്പോൾ ഞാൻ അവരെ എനിക്കായി മാറ്റിവെച്ചു. ഇസ്രായേലിലെ ആദ്യജാതന്മാർക്ക് പകരം ലേവ്യരെ ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നു. സമാഗമ കൂടാരത്തിൽ ഇസ്രായേൽ ജനത്തിന് വേണ്ടി സേവനം ചെയ്യാനും അവർക്ക് വേണ്ടി പരിഹാര കർമ്മങ്ങൾ അനുഷ്ഠിക്കാനും ജനം വിശുദ്ധ സ്ഥലത്തെ സമീപിച്ചാൽ അവരുടെ ഇടയിൽ മഹാമാരി ഉണ്ടാകാതിരിക്കാനും ആയി അവരിൽ നിന്ന് ലേവ്യരെ ഞാൻ തിരഞ്ഞെടുത്ത് അഹ്റോനും പുത്രന്മാർക്കും ഇഷ്ടദാനമായി കൊടുത്തിരിക്കുന്നു. മോശയോട് കർത്താവ് കൽപ്പിച്ചതനുസരിച്ച് മോശയും അഹ്റോനും ഇസ്രായേൽ സമൂഹവും ചേർന്ന് ലേവ്യരെ കർത്താവിന് പ്രതിഷ്ഠിച്ചു. ലേവ്യർ തങ്ങളെ തന്നെ പാപത്തിൽ നിന്നും ശുദ്ധീകരിച്ച് വസ്ത്രമലക്കി
അഹ്റോൻ അവരെ നീരാജനമായി കർത്താവിന് സമർപ്പിച്ചു. അവരുടെ ശുദ്ധീകരണത്തിനായി അഹ്റോൻ പാപപരിഹാര ബലി അർപ്പിക്കുകയും ചെയ്തു. അനന്തരം സമാഗമ കൂടാരത്തിലെ ശുശ്രൂഷയിൽ അഹ്റോനിയെ പുത്രന്മാരെ സഹായിക്കാൻ ലേവ്യർ അകത്ത് പ്രവേശിച്ചു. കർത്താവ് മോശയോട് കൽപ്പിച്ചതനുസരിച്ച് അവർ ലേവ്യരോട് പ്രവർത്തിച്ചു. കർത്താവ് മോശയോട് അരുളിച്ചെയ്തു, ലേവ്യരെ സംബന്ധിക്കുന്ന നിയമം ഇതാണ്: 25 അതിനു മേലും വയസ്സുള്ള ലേവ്യരെല്ലാം സമാഗമ കൂടാരത്തിൽ ശുശ്രൂഷ ചെയ്യണം. 50 വയസ്സാകുമ്പോൾ ശുശ്രൂഷയിൽ നിന്ന് വിരമിക്കണം. പിന്നെ ശുശ്രൂഷ ചെയ്യേണ്ടതില്ല. എന്നാൽ സമാഗമ കൂടാരത്തിൽ ജോലി ചെയ്യുന്ന സഹോദരന്മാരെ അവർക്ക് സഹായിക്കാം. അവർ നേരിട്ട് ചുമതല വഹിക്കേണ്ടതില്ല. ലേവ്യരെ ചുമതല ഏൽപ്പിക്കുമ്പോൾ നീ ഇങ്ങനെ ചെയ്യണം: